ഈ ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും പപ്പായ കാൽഷ്യം കാർബൈഡ് ലായനിയിൽ മുക്കി പേപ്പറിൽ പൊതിഞ്ഞ് വണ്ടിയിൽ കയറ്റി വിടുന്നത്. അത് എത്തേണ്ട ഡെസ്റ്റിനേഷൻ, പ്രത്യേകിച്ച് നമ്മുടെ കേരളം പോലുള്ള ഡെസ്റ്റിനേഷൻസ് ആണ് അവർ കൂടുതലും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ എത്തുമ്പോഴേക്കും അത് പഴുത്ത് സാധാരണ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പപ്പായേക്കാൾ മഞ്ഞ നിറവും തിളക്കവും ഒക്കെയായി നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ പാകത്തിന് റെഡിയായിരിക്കും. മാങ്ങ കൂന കൂട്ടിയിട്ടിട്ട് അതിനുള്ളിൽ കാർബൈഡ് പൊതി വെച്ചിട്ട് അത് വെച്ച് പഴുപ്പിക്കുന്ന സംഭവം ഇന്ത്യയിലും കേരളത്തിലും പല സ്ഥലത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. കാൽഷ്യം കാർബൈഡ് യഥാർത്ഥത്തിൽ നിരോധിച്ചിരിക്കുന്ന ഒരു കെമിക്കൽ ആണെങ്കിൽ പോലും ഇപ്പോഴും വ്യാപാരികളുടെ ഇടയിൽ മസാല എന്ന പേരിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. ഇത് ഈസിലി അവൈലബിളുമാണ്. ഈ കാൽഷ്യം കാർബൈഡ് ശരിക്കും അസറ്റിലിൻ എന്ന ഗ്യാസാണ് റിലീസ് ചെയ്യുന്നത്. ഇതിൽ ആർസനിക്കും ഫോസ്ഫറസിൻ്റെയും ട്രേസസ് ഉണ്ട്. ശരിക്കും കാൽഷ്യം കാർബൈഡ് വെൽഡിംഗ് പർപ്പസിനാണ് ഉപയോഗിക്കുന്നത്. ഇത് വെള്ളത്തിൽ ലയിച്ചാൽ ഉണ്ടാകുന്നത് അസറ്റിലിൻ ഗ്യാസ് ആണ്. ഇത് നമ്മുടെ ഉള്ളിൽ ഹൈപ്പോക്സിയ, അതായത് ഓക്സിജൻ കുറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കി നമ്മുടെ നാഡീവ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് തലവേദന ഉണ്ടാകാം, ഒരു ഡിസിനസ് പോലത്തെ ഒരു സ്റ്റേജ് ഉണ്ടാവാം, മെൻ്റൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകാം, ഉറക്കം തൂങ്ങുന്ന പോലത്തെ സ്റ്റേജ് ഉണ്ടാവാം, മെൻ്റൽ കൺഫ്യൂഷൻസ് ഉണ്ടാവാം, ഒരു വിഭ്രാന്തി പോലത്തെ അവസ്ഥ, ഓർമ്മക്കുറവ്, മാത്രമല്ല സെറിബ്രൽ എഡിമയ്ക്ക് പോലും ഇത് കാരണമായി തീരുന്നുണ്ട്.